നമസ്കാരം. ആൻസൺ കുറുമ്പതിരത്ത് രണ്ട് സിംഹങ്ങളുടെ കഥയാണ്. കുട്ടിക്കാലം മുതൽ ഒരു സർക്കസ് കൂടാരത്തിൽ ഒരു കൂട്ടിലാണ് അവ വളർന്നിരുന്നത്. സമയത്തിന് ഭക്ഷണം ലഭിക്കുന്നു. ചില ശീലങ്ങൾ അവരുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്നു. സമയത്തിന് ഭക്ഷണം കഴിച്ച് സമയത്തിന് സർക്കസ് കൂടാരത്തിൽ വിവിധ ഷോകളിൽ അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അതിനുശേഷം കൂട്ടിലടയ്ക്കുന്നു. കാലങ്ങൾ ഒരുപാട് കടന്നുപോയി. ഈ രണ്ട് സിംഹങ്ങൾക്കും പ്രായമായി. ഒന്നിനും കൊള്ളാത്തവരായ അവരെ നേരെ കാട്ടിലേക്ക് കൊണ്ടുപോയി വിടുകയാണ്. കാട്ടിലെത്തിയ സിംഹങ്ങൾക്ക് ഒന്നും അറിയാത്ത അവസ്ഥ. വിശന്നപ്പോൾ എങ്ങനെ ഭക്ഷണം കഴിക്കണമെന്ന് പോലും അറിയില്ല. സ്വന്തമായി ഇര പിടിക്കുന്നത് എങ്ങനെയെന്നറിയില്ല. പലപ്പോഴും ഇവരെക്കാൾ ദുർബലരായ മൃഗങ്ങളുടെ ഉപദ്രവമേൽക്കേണ്ടി വരുമ്പോഴും എങ്ങനെ പ്രതിരോധിക്കണം എന്ന് പോലും അറിയില്ല. അങ്ങനെ വിശന്നും മറ്റ് മൃഗങ്ങളുടെ ഉപദ്രവമേറ്റും കാടിനുള്ളിൽ രണ്ട് സിംഹങ്ങളും ചത്തുവീഴുകയാണ്. ചെറിയ കഥയാണ്, പക്ഷെ വലിയ ആശയം ഈ കഥ നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം ജീവിതത്തിൽ ചിലതൊക്കെ നാം അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ചിലതിലൂടെയൊക്കെ നാം കടന്നു പോകേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിന് കരുത്തുണ്ടാവുകയുള്ളൂ. ചിലതൊക്കെ നാം നേരിട്ടെങ്കിൽ മാത്രമേ, ചിലതൊക്കെ നാം ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മെ തന്നെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരാൾ നിരപ്പായ റോഡിലൂടെ മാത്രം, നേരെയുള്ള റോഡിലൂടെ മാത്രം വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ ഡ്രൈവിംഗ് കൃത്യമായ രീതിയിൽ പഠിക്കില്ല. വളവും തിരിവും കുന്നും ഒക്കെയുള്ള വഴികളിലൂടെ ആ വാഹനം ഓടിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ ഒരു ഡ്രൈവറായിട്ട് മാറുകയുള്ളൂ. അതുപോലെയാണ് ജീവിതവും. ചിലതൊക്കെ നാം ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണോ വളരേണ്ടത് ആ രീതിയിലൂടെ മാത്രം വളരാൻ നമുക്ക് ശ്രമിക്കാം. ചിലതൊക്കെ അതിജീവിക്കുവാനും പോരാടുവാനും നാം നമ്മുടെ മികവുകൾ, നമ്മുടെ കഴിവുകൾ, നമ്മുടെ ശക്തി ഇവയൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനും ശ്രമിച്ചെങ്കിൽ മാത്രമേ നമ്മെ യഥാർത്ഥമായി തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. നാം ശക്തരാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര കൂടുതൽ സുന്ദരമാകട്ടെ. നല്ല ഒരു ദിനമാണ് കാത്തിരിക്കുന്നത്. ആസ്വദിക്കാം. നാം ശക്തരാണ് എന്ന വിശ്വാസം നമ്മെ നയിക്കട്ടെ. നേരുന്നു ശുഭദിനം.